നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം 100 വാർത്തകൾ. ഇന്ധന നികുതി കുറയ്ക്കാത്ത കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി. നികുതി കുറയ്ക്കാത്ത ചില സംസ്ഥാനങ്ങൾ അധിക വരുമാനമുണ്ടാക്കിയെന്ന് നരേന്ദ്രമോദി. കേരളം 6 വർഷമായി നികുതി കൂട്ടിയിട്ടില്ല എന്ന ധനമന്ത്രി KN ബാലഗോപാൽ. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണയുണ്ടാക്കുന്നത്. സംസ്ഥാന നികുതിയിലേക്ക് കേന്ദ്രം കടന്നുകയറുന്നുവെന്നും കേരളം. സംസ്ഥാനത്ത് വീണ്ടും മാസ്ക് നിർബന്ധമാക്കി സർക്കാർ ഉത്തരവ്. മാസ്ക് ധരിക്കാത്തവർ പിഴയൊടുക്കണം. നടപടി കേരളത്തിലും കോവിഡ് കണക്കുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തൊഴിലിടങ്ങളിലും പൊതുയിടത്തും ഉത്തരവ് ബാധകം. രാജ്യത്ത് കോവിഡ് ഭീഷണി ഒഴിഞ്ഞിട്ടില്ല എന്ന് പ്രധാനമന്ത്രി. കൂടുതൽ ജാഗ്രത വേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും പ്രധാനമന്ത്രി കോവിഡ് അവലോകന യോഗത്തിൽ. സ്കൂളുകളിൽ വാക്സിനേഷൻ യജ്ഞം സംഘടിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധന. 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 2927 പോസിറ്റീവ് കേസുകളും 32 മരണവും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 0.58%. നടിയെ ആക്രമിച്ച കേസിൽ നെയ്യാറ്റിൻകര ബിഷപ്പിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന നിർദ്ദേശം. നീക്കം ജാമ്യത്തിനു വേണ്ടി ഇടപെട്ട ബിഷപ്പിന് പണം നൽകണമെന്ന് ബാലചന്ദ്രകുമാർ ആവശ്യപ്പെട്ടുവെന്ന ദിലീപിന്റെ വെളിപ്പെടുത്തലിൽ ബാലചന്ദ്രകുമാറിന്റെ സുഹൃത്തായ വൈദികൻ വിക്ടറിന്റെ മൊഴി രേഖപ്പെടുത്തി. ബാലചന്ദ്രകുമാറിനോടൊപ്പം ദിലീപിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നും വൈദികൻ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ സർക്കാർ. മെയ് 4-ന് യോഗം വിളിച്ചു. യോഗം സിനിമാ മേഖലയിൽ മീ ടു ആരോപണങ്ങൾ വർദ്ധിക്കുന്നതിനിടെ. സിൽവർ ലൈൻ സംവാദം നാളെ. പിന്മാറിയ പാനലിസ്റ്റുകൾക്ക് പകരക്കാരില്ല. സർക്കാർ ഒളിച്ചോടിയെന്ന് ഡോക്ടർ ആർ ശ്രീധർ. പങ്കെടുക്കാത്തവർ പറയുന്നത് മുടന്ത ന്യായമെന്ന് മന്ത്രി MV ഗോവിന്ദൻ. CPI പദ്ധതിക്ക് ഒപ്പമെന്ന് കാനം രാജേന്ദ്രൻ. കണ്ണൂർ എടക്കാളിൽ സിൽവർ ലൈൻ കല്ലിടലിനെതിരെ വീണ്ടും സംഘർഷം. കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. സിൽവർ ലൈനിൽ ബദൽ സംവിധാനവുമായി ജനകീയ പ്രതിരോധ സമിതി. മെയ് 4-ന് തിരുവനന്തപുരത്താണ് സംവാദം. അലോക് വർമ്മ, ജോസഫ് C. മാത്യു, ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെയും KRail അധികൃതരെയും സംവാദത്തിലേക്ക് ക്ഷണിക്കുമെന്ന് സമരസമിതി. ഡൽഹി രാഷ്ട്രീയം മതിയാക്കി മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. പ്രവർത്തന മേഖല ഇനി കേരളം. അച്ചടക്ക സമിതി അധ്യക്ഷ സ്ഥാനത്ത് സ്ഥിരമായി തുടരാനില്ല. കോൺഗ്രസ് ഇല്ലാതെ പ്രതിപക്ഷത്തിന് നിലനിൽപ്പില്ല എന്നും AK ആന്റണി. കോഴിക്കോട് കോടതിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം. പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടി. അതിരുതിരിക്കാനുള്ള സാമഗ്രിയുമായി വന്ന വാഹനം നാട്ടുകാർ തടഞ്ഞു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ജനകീയ പദ്ധതി കോർപ്പറേഷൻ നടപ്പാക്കുന്ന പദ്ധതിക്കെതിരെ. കോഴിക്കോട് നല്ലളത്ത് പോലീസ് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. മരിച്ചത് ചെറുവണ്ണൂർ സ്വദേശി ജിഷ്ണു. വഴിയരികിൽ അത്യാസന്ന നിലയിൽ കണ്ട ജിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകാർ. പോലീസ് വീട്ടിലെത്തിയത് 500 രൂപ പിഴയടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞെന്ന പിതാവ്. കമ്മീഷണർക്ക് പരാതി നൽകിയ ബന്ധുക്കൾ. സ്വർണ്ണക്കടത്തിൽ തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാനെ ചോദ്യം ചെയ്ത് കസ്റ്റംസ്. മുസ്ലിം ലീഗ് നേതാവ് A. ഇബ്രാഹിംകുട്ടിയെ ചോദ്യം ചെയ്യുന്നത് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി. ഇറച്ചിവെട്ടി യന്ത്രത്തിൽ സ്വർണം ഒളിപ്പിച്ചു കടത്തിയ കേസിൽ ഇബ്രാഹിംകുട്ടിയുടെ മകൻ പ്രതിയെന്ന് കസ്റ്റംസ്. തൃക്കാക്കര നഗരസഭയിൽ BJPയുടെ പ്രതിഷേധം. പദ്ധതി നടത്തിപ്പിലെ ഗുജറാത്ത് മോഡൽ പഠിക്കാൻ കേരളം. ത്രിദിന സന്ദർശനത്തിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗുജറാത്തിൽ. ഗവേണൻസിനായി നടപ്പാക്കിയ ഡാഷ്ബോർഡ് സിസ്റ്റം വിശദമായി പഠിച്ച് ഉടൻ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഗുജറാത്തല്ല നല്ല മാതൃകയെന്ന് മുസ്ലിം ലീഗ്. ഗുജറാത്ത് സർക്കാരുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമമെന്ന് VD സതീശൻ. ഗുജറാത്ത് മോഡൽ പഠനത്തെ ന്യായീകരിച്ച് MV ഗോവിന്ദൻ. തിരുവനന്തപുരത്ത് അങ്കണവാടിയിൽ നിന്ന് വിതരണം ചെയ്ത ന്യൂട്രി മിക്സിൽ ചത്ത പല്ലിയെ കണ്ടെത്തി. ഞാണ്ടൂർക്കോണം സ്വദേശി രേഖയുടെ വീട്ടിൽ ലഭിച്ച പാക്കറ്റിലാണ് ചത്തുണങ്ങിയ പല്ലിയെ കണ്ടെത്തിയത്. ആരോഗ്യപ്രവർത്തകർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. രാഷ്ട്രീയ അഭയം നൽകുമെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി KV തോമസ്. കോടിയേരിയുടെ പ്രതികരണം അദ്ദേഹത്തിന്റെ മഹത്വം. അഭയം നൽകേണ്ടത് വീടില്ലാത്തവർക്കാണ് എന്നും താനിപ്പോഴും കോൺഗ്രസ് വീട്ടിൽ തന്നെയെന്നും KV തോമസ്. KV തോമസ് കോൺഗ്രസിന്റെ അടഞ്ഞ അധ്യായമെന്ന് KC വേണുഗോപാൽ. അച്ചടക്ക സമിതിയുടെ തീരുമാനം ഹൈക്കമാൻഡ് അംഗീകരിക്കും. KV തോമസിനെതിരായ AICC നടപടിയിൽ തൃപ്തിയെന്ന് K. സുധാകരൻ. ഇനി ഏത് വഞ്ചിയിൽ കാലുവെക്കണമെന്ന് KV തോമസിന് തീരുമാനിക്കാമെന്നും K. സുധാകരൻ. സജീവ രാഷ്ട്രീയത്തിൽ തുടരുമെന്ന് മുൻ MLAയും CPIM നേതാവുമായ ജെയിംസ് മാത്യു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരും. പാർട്ടി അനുമതിയോടെ ജനകീയ പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുമെന്നും പ്രഖ്യാപനം.
പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസൻ കൊലപാതക കേസിൽ തെളിവെടുപ്പിനിടെ പ്രതികൾക്ക് നേരെ കയ്യേറ്റ ശ്രമം. മേലാമുറിയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാകാതെ അന്വേഷണ സംഘം മടങ്ങി. ശ്രീനിവാസനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം കല്ലേക്കാട് 5-ാം മൈലിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കണ്ടെത്തി. സുബൈർ വധത്തിലെ പ്രതികളെ ദൃക്സാക്ഷികൾ തിരിച്ചറിഞ്ഞു. അമ്പലപ്പുഴയിൽ വാഹനാപകടത്തിൽ 4 മരണം. അപകടം കാറും ലോറിയും കൂട്ടിയിടിച്ച്. മരിച്ചത് കാർ യാത്രക്കാരായ തിരുവനന്തപുരം സ്വദേശികൾ. ഒരാളുടെ നില ഗുരുതരം. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ ലോറി മറിഞ്ഞ അപകടം. കാലടി പെരുമ്പാവൂർ റോഡിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർക്ക് ഗുരുതര പരുക്ക്. KSEB ജീവനക്കാരുടെ സംഘടനകളും ചെയർമാനും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ട വൈദ്യുതി മന്ത്രി. ബോർഡ് യോഗത്തിലേക്ക് തള്ളിക്കയറിയവർക്കെതിരെ കുറ്റപത്രം അയക്കരുത് എന്ന മന്ത്രിയുടെ നിർദ്ദേശം. സമരം തുടരുമെന്ന് ഭരണാനുകൂല സംഘടന. സെക്രട്ടേറിയറ്റിലെ പുതിയ ആക്സസ് കൺട്രോൾ സംവിധാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമെന്ന് പ്രതിപക്ഷ സംഘടനകൾ. പണിമുടക്കിലേക്ക് പോകുമെന്നും മുന്നറിയിപ്പ്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടിയെന്ന് ഭരണാനുകൂല സംഘടന. സെക്രട്ടേറിയറ്റ് ഫയൽ നീക്കത്തിന്റെ തട്ടുകൾ നിജപ്പെടുത്താൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. അണ്ടർ സെക്രട്ടറി മുതൽ അഡീഷണൽ സെക്രട്ടറി വരെയുള്ള ഓഫീസർമാരുടെ ഫയൽ പരിശോധനാ തലങ്ങൾ 2 ചുരുക്കം. കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിക്കുന്നതിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും തീരുമാനം. BJP ലയന ചർച്ചകൾ സ്ഥിരീകരിച്ച് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. BJSന്റെ ലയന നിലപാടും സ്വാഗതാർഹം. അന്തിമ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ് എന്നും PK കൃഷ്ണദാസ് 24നോട്. രാജ്യത്തെ കർഷക തൊഴിലാളി യൂണിയനുകൾ സംയുക്ത പ്രക്ഷോഭത്തിലേക്ക്. അടുത്ത മാസം 16-ന് ഡൽഹിയിൽ അഖിലേന്ത്യാ കൺവെൻഷൻ സംഘടിപ്പിക്കും. കർഷക സമര മാതൃകയിൽ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിൽ വിവിധ കർഷക തൊഴിലാളി യൂണിയനുകൾ പങ്കെടുക്കും. മണ്ണാർക്കാട് KSEB ഓഫീസിൽ ആത്മഹത്യാ ഭീഷണിയുമായി കരാറുകാരൻ. പണം ലഭിച്ചില്ലായെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് അഗ്ലി KSEBയിലെ കരാറുകാരൻ P. സുരേഷ് ബാബു. 1 കോടി രൂപ ലഭിക്കാനുണ്ടായെന്ന് സുരേഷ് ബാബു. കോഴിക്കോട് വെള്ളിമാടുകുന്ന ചിൽഡ്രൻസ് ഹോമിൽ സ്ഥാപിച്ച CCTV ക്യാമറകൾ നശിപ്പിച്ച നിലയിൽ. ക്യാമറകളിലേക്കുള്ള കണക്ഷൻ വയർ തകർത്തു. 17 ക്യാമറകൾ സ്ഥാപിച്ചത് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് 6 പെൺകുട്ടികൾ ചാടിപ്പോയ പശ്ചാത്തലത്തിൽ സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകും. കോഴിക്കോടിനെ എംബാർക്കേഷൻ കേന്ദ്രമാക്കി ഉയർത്താനായി ശ്രമിക്കുമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി. കരിപ്പൂരിൽ എംബാർക്കേഷൻ പുനഃസ്ഥാപിക്കണമെന്നത് ന്യായമായ ആവശ്യം. കേരളത്തിന്റെ ഹജ്ജ് ക്വാട്ട വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നും AP അബ്ദുള്ളക്കുട്ടി. നമ്പർ 18 പോക്സോ കേസ് പ്രതി റോയ് വയലാറ്റിന്റെ ഇടക്കൊച്ചിയിലെ വീടിന് നേരെ കല്ലേറ്. ഗേറ്റിന്റെ ചില്ലുകൾ തകർന്നു. 2 പേർ പിടിയിൽ. കാസർഗോഡ് ഭീമനടിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരുക്ക്. ഭീമനടി സ്വദേശി അന്നമ്മ വെള്ളരിക്കുണ്ട് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ. ആക്രമണമുണ്ടായത് തോട്ടത്തിൽ പണിയെടുക്കുന്നതിന് ഇടെ. ദേശീയ വാർത്തകൾ. ദേശീയ പാർട്ടി രൂപീകരിക്കുമെന്ന് K. ചന്ദ്രശേഖര റാവു. TRSനെ ഭാരതീയ രാഷ്ട്ര സമിതിയാക്കും. ഡൽഹിയിൽ ഓഫീസ് തുറക്കുമെന്നും ശക്തമായൊരു ദേശീയ പാർട്ടി നിലവിൽ അനിവാര്യമാണ് എന്നും K. ചന്ദ്രശേഖര റാവു. പ്രതികരണം പ്രശാന്ത് കിഷോറുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ. രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് പൊതുതാൽപര്യ ഹർജികളിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് 4 ദിവസം അനുവദിച്ച് സുപ്രീം കോടതി. അടുത്ത മാസം 5-ന് അന്തിമവാദം കേൾക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ പ്രത്യേക ബെഞ്ച്. വാദം കേൾക്കൽ ഇനി മാറ്റിവെക്കില്ല എന്നും കോടതി. ഇന്ധന നികുതിയിൽ പ്രധാനമന്ത്രിയുടെ വിമർശനത്തിനെതിരെ പ്രതിഷേധം. കേന്ദ്രം ഈടാക്കുന്നത് ഉയർന്ന നികുതിയെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. ഇന്ധന നികുതിയിൽ 68% ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിനെന്ന് ശിവസേന. തഞ്ചാവൂരിൽ വൈദ്യുതാഘാതമേറ്റുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഏകാംഗ കമ്മീഷനെ നിയോഗിച്ച് തമിഴ്നാട് സർക്കാർ. നിയോഗിച്ചത് റവന്യൂ സെക്രട്ടറി കുമാർ ജയന്ത് അധ്യക്ഷനായ കമ്മീഷനെ. മഹാരാഷ്ട്ര മുൻ മന്ത്രിയും NCP നേതാവുമായ ഛഗൻ ഭൂജ്ബലിന്റെ പാസ്പോർട്ട് തിരികെ കൊടുക്കണമെന്ന് പ്രത്യേക കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പാസ്പോർട്ട് പിടിച്ചെടുത്തത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ. മകൻ പങ്കജ് ഭൂജ്ബൽ, അനന്തരവൻ സമീർ ഭൂജ്ബൽ എന്നിവരുടെ പാസ്പോർട്ടും തിരികെ നൽകണമെന്നും കോടതി. ഒഡീഷയിലെ 4 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഏപ്രിൽ 30 വരെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. അടുത്ത 5 ദിവസത്തേക്ക് 1 മുതൽ 2 ഡിഗ്രി വരെ സെൽഷ്യസ് താപനില ഉയർന്നേക്കാം. കർണാടകയിൽ ജൂൺ അവസാനത്തോടെ കോവിഡ് 4-ാം തരംഗത്തിന് സാധ്യതയെന്ന ആരോഗ്യമന്ത്രി ഡോക്ടർ K. സുധാകർ. ഒക്ടോബർ വരെ സ്ഥിതി തുടരും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2022-ലെ ആദ്യ വിദേശ പര്യടനം അടുത്ത മാസം. ജർമ്മനി, ഫ്രാൻസ്, ഡെൻമാർക്ക് രാജ്യങ്ങൾ സന്ദർശിക്കും. മെയ് 2 മുതൽ 4 വരെയാണ് സന്ദർശനം. സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചേക്കും.
ചെന്നൈ രാജീവ് ഗാന്ധി സർക്കാർ ആശുപത്രിയിൽ തീപിടുത്തം. തീ പടർന്നത് 3ാം ടവറിന് പിൻവശത്ത്. രോഗികളെ മാറ്റി. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. മഹാരാഷ്ട്രയിലെ യവൻമാലിൽ 18-കാരിയായ മനുഷ്യക്കുരുതി കൊടുക്കാൻ ശ്രമം. പെൺകുട്ടിയെ ബലി കൊടുക്കാൻ ശ്രമിച്ചത് നിധിശേഖരം കണ്ടെടുക്കാനെന്ന വിചിത്രവാദം. കുട്ടിയുടെ പിതാവും പൂജാരിയുമടക്കം 9 പേർ പിടിയിൽ. അന്താരാഷ്ട്ര വാർത്തകൾ. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇസ്രായേൽ വ്യോമാക്രമണം. 5 സിറിയൻ സൈനികരടക്കം 9 പേർ കൊല്ലപ്പെട്ടു. 3 പേർക്ക് പരുക്ക്. ദമാസ്കസിലെ ആയുധ സംഭരണ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. റഷ്യയിൽ നിന്നുള്ള പ്രത്യേക പ്രകൃതിവാതക ഇറക്കുമതി ഔദ്യോഗികമായി നിർത്തിവെച്ച് പോളണ്ട്. മറ്റ് മാർഗങ്ങൾ തേടുമെന്ന വിശദീകരണം. റൂബിളിൽ വിനിമയം നടത്തണമെന്ന റഷ്യൻ വാതക കമ്പനി ഗ്യാസ്പ്രോമിന്റെ ആവശ്യം പോളണ്ട് നിരസിച്ചതിന് പിന്നാലെയാണ് നടപടി. റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈന് തുടർച്ചയായി സൈനിക സഹായം നൽകുന്നതിനായി 40-ൽ പരം രാജ്യങ്ങളുടെ കൂട്ടായ്മ. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ആദ്യ യോഗം ജർമ്മനിയിൽ ചേർന്നു. ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നേതൃത്വം നൽകി. ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ട്വിറ്റർ സ്വന്തമാക്കിയതിന് പിന്നാലെ ടെസ്ല ഇൻകോർപ്പിന്റെ വിപണിയിൽ ഇടിവ്. ട്വിറ്റർ ഏറ്റെടുക്കലിൽ പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്താത്തതിന് തിരിച്ചടിയായി. രേഖപ്പെടുത്തിയത് 12.2% ഇടിവ്. ഇത് ട്വിറ്റർ ഇടപാടിന് മസ്ക് നൽകിയ $21 ബില്യൺ തുല്യം. ശ്രീലങ്കയിൽ പ്രതിഷേധം വ്യാപകം. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് മുൻപിലെ പ്രക്ഷോഭം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും വ്യാപിച്ചു. ഇന്ധനക്ഷാമവും വിലക്കയറ്റവും തുടരുന്നു. രാജിവെക്കാൻ തയ്യാറാവാതെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും. ട്രംപിന് പ്രതിദിനം $10,000 പിഴയിട്ട ന്യൂയോർക്ക് കോടതി. നടപടി ബിസിനസ് വിവരങ്ങൾ കൃത്യമായി കോടതിയിൽ നൽകാത്തതിനെ തുടർന്ന് മനഃപൂർവ്വം കോടതി ഉത്തരവ് അനുസരിക്കുന്നില്ല എന്ന് ജഡ്ജ് ആർതർ എൻഗോറോൺ. മ്യാൻമറിൽ ഓങ് സാൻ സൂചിക്ക് വീണ്ടും തടവ് ശിക്ഷ. സൈനിക കോടതിയുടെ നടപടി അഴിമതി കേസിൽ. വിധി അസംബന്ധമെന്ന സൂചിയുടെ അഭിഭാഷകർക്ക് മാധ്യമങ്ങളെ കാണുന്നതിലുള്ള വിലക്ക് തുടരുന്നു. പേരുമാറ്റി കാനഡയിലെ റയേഴ്സൺ യൂണിവേഴ്സിറ്റി. ടൊറന്റോ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി എന്നാണ് പുതിയ പേര്. പേരുമാറ്റം ഏകകണ്ഠേന അംഗീകരിച്ച് ഗവേണിംഗ് ബോഡി. സ്പോർട്സ്. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ 1ാമതെത്താൻ ലക്ഷ്യമിട്ട് ഗുജറാത്ത്. മത്സരം രാത്രി 7:30-ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ. ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ബെൻ സ്റ്റോക്സിനെ നിയമിക്കുമെന്ന സൂചന. ജോ റൂട്ട് രാജിവെച്ച സാഹചര്യത്തിലാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന്റെ നീക്കം. മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം മൈക്കൽ സ്ലേറ്ററിനെതിരെ ഗാർഹിക പീഡന കുറ്റം ഒഴിവാക്കി സിഡ്നി കോടതി. തീരുമാനം മാനസികാരോഗ്യം പരിഗണിച്ചു. ജില്ലാ വാർത്തകൾ. വാമനപുരം ആറ്റിൽ കുളിക്കാനിറങ്ങി മുങ്ങി മരിച്ച കൊല്ലം പുനലൂർ സ്വദേശി 21 വയസ്സുകാരൻ ശബരിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. വെഞ്ഞാറമൂട് മുസ്ലിം അസോസിയേഷൻ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ശബരി. നെയ്യാറ്റിൻകരയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ജെസി ഡാനിയൽ സ്മാരകം ഇന്ന് നാടിന് സമർപ്പിക്കും. വൈകിട്ട് 4:30-ന് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. കൊല്ലം നീണ്ടകര തുറമുഖത്ത് കടൽ സ്വർണമെന്നറിയപ്പെടുന്ന പട്ടാക്കോര മത്സ്യം ലഭിച്ചു. തുറമുഖത്ത് നടന്ന ലേലത്തിൽ 2.25 ലക്ഷം രൂപയ്ക്ക് മത്സ്യം വിറ്റുപോയി. പത്തനാപുരം DTOയുമായി കൂടിക്കാഴ്ച നടത്തി ഹോർട്ടികോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് S വേണുഗോപാലും ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷും. പത്തനാപുരം KSRTC ഡിപ്പോ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് കൂടിക്കാഴ്ച. ഇന്ത്യൻ ഗ്രാമോത്സവത്തിന്റെ കേരള പര്യടനത്തിന് കൊല്ലത്ത് തുടക്കം. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ പരിപാടി സംഘടിപ്പിക്കുന്നത് ഭാരത് ഭവൻ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററുമായി ചേർന്ന് മെയ് 15-ന് സമാപിക്കും. കൊല്ലം ജില്ലയിൽ സിൽവർ ലൈൻ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി NDA. മെയ് 18-ന് കുണ്ടറയിൽ സായാഹ്ന ധർണ നടത്തും. തീരുമാനം NDA കൊല്ലം ജില്ലാ നേതൃത്വ യോഗത്തിൽ. കോട്ടയം വൈക്കത്ത് അംഗൻവാടി ഇടിഞ്ഞ് കുട്ടിക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടപടി. ICDS ഫീൽഡ് സൂപ്പർവൈസർ അനീറ്റ സുരേന്ദ്രന് സസ്പെൻഷൻ. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന് കളക്ടർ. കോട്ടയം ജില്ലയിലെ പാലാ ഉഴവൂർ റൂട്ടിൽ പെർമിറ്റ് സമയത്ത് സർവീസ് നടത്താതെ സ്വകാര്യ ബസ്സുകൾ. സമയം തെറ്റിച്ച് ബസ്സുകൾ എത്തുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുവെന്ന് പൗരാവകാശ സമിതി.
യമനിൽ ഹൂതി വിമതരുടെ പിടിയിലായിരുന്ന കോട്ടയം കൈപ്പുഴ സ്വദേശി ശ്രീജിത്ത് തിരികെ നാട്ടിലെത്തി. ശ്രീജിത്ത് ഉൾപ്പെടെ 16 പേർ സഞ്ചരിച്ചിരുന്ന കപ്പൽ ചെങ്കടൽ തുറമുഖ പട്ടണമായ ഹുദൈദ തീരത്ത് ഇന്ന് ജനുവരി 4-ന് ഹൂതി വിമതർ തട്ടിയെടുക്കുകയായിരുന്നു. ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ഏലിയാമ്മ കുരുവിള തിരഞ്ഞെടുക്കപ്പെട്ടു. വാർഡ് 7 പുൽപ്പാറ അംഗമാണ് ഏലിയാമ്മ കുരുവിള. ഇടുക്കി രാമക്കൽമേട്ടിൽ ഉപയോഗശൂന്യമായ കിണറ്റിൽ കണ്ടെത്തിയ ചന്ദനത്തടി പുറത്തെടുത്ത വനംവകുപ്പ്. 60 അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് തടിക്കഷ്ണങ്ങൾ പുറത്തെടുത്തത് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിൽ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. 101 അംഗ ജനറൽ കമ്മിറ്റിയും 25 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുത്തു. തുടർ പഠനത്തിന്റെ ആശങ്കകൾ മന്ത്രിയോട് പങ്കുവച്ച് യുക്രൈനിൽ നിന്നും മടങ്ങിയെത്തിയ വിദ്യാർത്ഥികൾ മന്ത്രി റോഷി അഗസ്റ്റിനെ കണ്ടത് ഓൾ കേരള യുക്രൈൻ മെഡിക്കൽ സ്റ്റുഡന്റ്സ് ആൻഡ് പേരന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ. ഇടുക്കി പുറ്റടിയിൽ ഭാര്യയെ തീ കൊളുത്തിക്കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന മകൾ ശ്രീധന്യയുടെ നില അതീവ ഗുരുതരം. ശ്വാസതടസ്സം രൂക്ഷമായതോടെ പെൺകുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. 83% പൊള്ളലേറ്റുവെന്ന് ഡോക്ടേഴ്സ്. ഇടുക്കി ജില്ലയിലെ പന്തടിക്കളം 40 പുതുവയൽ റോഡിന്റെ നവീകരണം തുടങ്ങി. വാഴൂർ സോമൻ MLA ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ റവന്യൂ ഉദ്യോഗസ്ഥരുടെ കലാകായികമേളയ്ക്ക് ഇന്ന് സമാപനം. വൈകിട്ട് 4:30-ന് സാംസ്കാരിക സമ്മേളനവും സാംസ്കാരിക ഘോഷയാത്രയും നടക്കും. കിൻഫ്രയിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള പൈപ്പിടുന്നത് താൽക്കാലികമായി നിർത്തി. വ്യവസായ ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകുവാൻ പൈപ്പ് സ്ഥാപിക്കുന്നത് കഴിഞ്ഞ ദിവസം UDF തടഞ്ഞിരുന്നു. പിറവം മണ്ഡലത്തിൽ പ്രതിഷേധ റാലിയും ബഹുജന കൂട്ടായ്മയും സംഘടിപ്പിച്ച CPIM. അനൂപ് ജേക്കബ് MLAയുടെ കെടുകാര്യസ്ഥത മൂലം കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നഷ്ടമായെന്ന് CPIM. രാജ്യത്ത് കാർഷിക മേഖലയുടെ ഉന്നമനത്തിന് പ്രത്യേക കാർഷിക ബജറ്റ് അനിവാര്യമാണ് എന്ന് ബെന്നി ബെഹനാൻ MP. കുറുപ്പംപടി സിറിയൻ ക്രിസ്ത്യൻ യൂത്ത് ലീഗ് ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാ കിസാൻ മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. അരൂരിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. 14 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം ചെയ്തു. സാങ്കേതിക സഹകരണ വികസന ചർച്ച സംഘടിപ്പിച്ച് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇലക്ട്രോണിക്സ് വകുപ്പ്. പരിപാടി സംഘടിപ്പിച്ചത് DRDOയുടെ കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ടുമായി ചേർന്നു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലയുടെ 3ാമത് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. അനൂപ് ജേക്കബ് MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാട്ടൂരായ്ക്കൽ കോലോത്തുംപാടത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കവാടം നീർച്ചാൽ ഒഴുകുന്ന വലിയ കാന മണ്ണിട്ട് നികത്തിയാണ് നിർമ്മിച്ചത് എന്ന പരാതി. നടപടി ആവശ്യപ്പെട്ട് നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ മേയർക്ക് കത്ത് നൽകി. പെരിങ്ങോട്ടുകര ഏനാമാവ് ചാവക്കാട് ഗുരുവായൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ കോൺഗ്രസ് പ്രതീകാത്മക റീത്ത് സമർപ്പണം നടത്തും. കാഞ്ഞാണി സെൻട്രൽ നടക്കുന്ന സമരം DCC ജനറൽ സെക്രട്ടറി KD ബാബു ഉദ്ഘാടനം ചെയ്യും. തൃശൂർ പാവറട്ടി പാലുവായിൽ 65-കാരന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ. കരുമത്തിൽ രാധാകൃഷ്ണന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ഹാളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ കൊടകര ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. അഴകം സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് കത്തിനശിച്ചത്. ആളപായമില്ല. P. ഗോപാലൻ നായരുടെ 2ാം ചരമവാർഷികം പെരിങ്ങോട് കലാഗ്രാമത്തിൽ നടന്നു. സംഘടിപ്പിച്ചത് 2 ദിവസം നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടികൾ. തണ്ണീർക്കോട്ട് മുസ്ലിം ലീഗ് പെരുന്നാൾ കിറ്റ് വിതരണവും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ഒറ്റപ്പാലത്ത് 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 65 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മുളത്തൂർ സ്വദേശി 72-കാരൻ അപ്പുവിനെയാണ് ശിക്ഷിച്ചത്. മലപ്പുറത്ത് പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്ത കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, കൊള്ളന്നൂർ യൂണിറ്റ് കമ്മിറ്റികളും പങ്കെടുത്തു. കുമാരനല്ലൂർ സർക്കിൾ മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി VP അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. KMCD സാഹിബ് അനുസ്മരണം സംഘടിപ്പിച്ച പൊന്നാനി നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ചങ്ങരംകുളം മുസ്ലിം ലീഗ് മേഖലാ കമ്മിറ്റി അബ്ദുൽ ഹൈ ഹാജി അനുസ്മരണവും റംസാൻ റിലീഫും സംഘടിപ്പിച്ചു. നോക്കാം ലേറ്റസ്റ്റ് ന്യൂസ്.
ഇന്ധനവില വർധനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. വില നിയന്ത്രിക്കാനാകാതെ നരേന്ദ്രമോദി അതിന്റെ കുറ്റം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ മേൽ ചുമത്തുന്നുവെന്ന് വിമർശനം. ജനതാദൾ എസ് വിമത വിഭാഗം നേതാവായിരുന്ന ജോർജ് തോമസും പ്രവർത്തകരും സിപിഐഎമ്മിലേക്ക് നാളെ വൈകിട്ട് 3:30 MN സ്മാരകത്തിൽ കാനം രാജേന്ദ്രൻ സ്വീകരിക്കും. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.